ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ കേരളത്തിൽ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പൊറോട്ടയുടെ വേറൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. പാൽ പൊറോട്ട, നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി പാൽ പൊറോട്ടയാണ് കേട്ടോ ഇന്ന്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അടുപ്പത്തൊരു ചട്ടി വെക്കുക, നല്ലൊരു മൺചട്ടി വെക്കുക. മൺചട്ടിയാണ് കേട്ടോ, അതിൻ്റെ മൺചട്ടീൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് കൂടുക കേട്ടോ. അതിനുശേഷം ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മേലേക്ക് 2 പീസ് വാഴയില വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊറോട്ട ലെയർ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു പൊറോട്ട വെക്കുക, അതിൻ്റെ മേലെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് തേങ്ങാപ്പാലാണ് കേട്ടോ. വെച്ചാൽ നമ്മൾ രണ്ടാമതൊന്നും എടുത്തിട്ടില്ല, ആദ്യത്തെ നല്ല തേങ്ങാപ്പാലാണ്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അത് നല്ലോണം ഒന്ന് ആ പൊറോട്ട സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബീഫ് റോസ്റ്റോ ബീഫ് ഫ്രൈയോ ഡ്രൈ ഫ്രൈയോ എന്ത് വേണേലും നമുക്ക് വെക്കാം. അതങ്ങ് നിരത്തി കൊടുക്കുക. അതിൻ്റെ മേലേക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടി അതിൻ്റെ മേലോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് എത്ര പൊറോട്ടയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ലെയർ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ കുറേ പേരുണ്ടെങ്കിൽ നമുക്കൊരു 3-4 പൊറോട്ടയൊക്കെ ഒറ്റ ട്രിപ്പിലങ്ങ് വെക്കാം. എന്നിട്ട് അവസാനം ഇതേപോലെ തന്നെ നല്ലോണം തേങ്ങാപ്പാൽ ഒഴിക്കണേ. തേങ്ങാപ്പാൽ നല്ലോണം ഒഴിക്കുന്നതിന് അതിൻ്റെ നല്ലൊരു ജ്യൂസി പരുവായിട്ട് വരും കേട്ടോ ആ പൊറോട്ട. അതിനുശേഷം ഒരു 1-2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് സിമ്മിലും വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല പൊള്ളലായിരുന്നു, അതുകൊണ്ട് പൊറോട്ട ഒന്ന് തൊടാൻ പോലും പറ്റണില്ല. എങ്ങനെയല്ലാനോ ഇങ്ങനെ പൊക്കി 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 പിടിച്ച് നോക്കി, പക്ഷേങ്കിൽ നല്ലോണം നല്ല പൊള്ളലായിരുന്നു. പിള്ളേരൊക്കെ അതിൻ്റെ മേലുള്ള അണ്ടിയും മറ്റേ തേങ്ങാക്കൊത്തൊക്കെ പെറുക്കി പെറുക്കി കഴിക്കുക. എന്തായാലും ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റിയാണ്. തേങ്ങാപ്പാലിൻ്റെ ഒരു പണിയല്ലേ ഉള്ളൂ. ജസ്റ്റ് ഞാനൊരു തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തത്, ഒരു തേങ്ങയുടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തത്. ഒക്കെ റെഡിയായി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മൂടി അങ്ങ് തുറക്കുമ്പോഴുണ്ടല്ലോ ആ ചട്ടിയുടെയും വാഴയിലയുടെയും പച്ചമുളക് ഇഞ്ചി മറ്റേ വറുത്ത തേങ്ങാക്കൊത്തും കാഷ്യൂൻ്റെ ഒക്കെ ഇങ്ങനെ സ്മെല്ലിങ്ങനെ മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറും. അതൊരു വേറെ തന്നെ വൈബാണ്. എന്തായാലും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക, ഒരു നഷ്ടം ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, കണ്ടോ, ഇത് നമുക്ക് ഒരു പീസ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് എത്രമാത്രം സോഫ്റ്റാണ്. ആ പാലൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ ബൈറ്റ് എടുക്കുമ്പോൾ വായിൽ നിന്ന് ഇങ്ങനെ അലിഞ്ഞങ്ങോട്ട് പോകും. ഞാനിത് കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ, പോസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ലേറ്റായെന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് നമ്മുടെ മോണ്ടിസറിയിലുള്ള ഈ സ്പൂണിങ്ങും പോറിങ്ങും അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഈ പിള്ളേർ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര അടിയായിരുന്നു കേട്ടോ. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആകെ ഇച്ചിരി പാലേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ, അതിനാണ് ഇവരിങ്ങനെ അടി ചെയ്യുന്നത്. മോണ്ടിസറി ആക്ടിവിറ്റീസൊക്കെ ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കത് അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. വെച്ചാൽ മോണ്ടിസറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്പൂണിങ് പോറിങ് അങ്ങനെ പലതരം ബട്ടണിങ് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ഇതിലിപ്പോൾ സ്പൂണിങ് വന്നു, പോറിങ്ങും ഉണ്ടായി, പോറിങ്ങും വന്നു. ഇതിനൊക്കെ കുട്ടികളെ അതിലേക്ക് അവരുടെ മസിൽ മൂവ്മെൻറ്റും അതേപോലെ തന്നെ അവരുടെ ഈ മോട്ടോർ ഡെവലപ്മെൻറ്റും ഒക്കെ ഈ സ്പൂണിങ്ങും പോറിങ്ങും കൊണ്ടൊക്കെ സാധ്യമാകുന്നുണ്ടെന്ന് ഇപ്പം മനസ്സിലായല്ലോ അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.